വെൽക്കം ടു ഫൗസീസ് കിച്ചൺ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ഭംഗിയാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിലേക്ക് ഒരു കപ്പും 1.5 കപ്പ് മൈദ, ഇതൊരു കപ്പുണ്ട്, 1/2 കപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഈ മൈദ ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൂടെ നിൽക്കിടാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു സ്പൂൺ വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. ഒരു സ്പൂൺ ഇഞ്ചി ചതച്ചതിട്ട് കൊടുക്കാം. ഒരു സ്പൂൺ പച്ചമുളക് ചതച്ചെടുക്കാം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ച് പേസ്റ്റ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഉപ്പും മഞ്ഞളും കൂടെ ഇട്ട് വേവിച്ച് നന്നായി മിക്സിയിൽ പൊടിച്ചെടുത്ത ചിക്കനാണ്. നന്നായി നൈസായിട്ട് പൊടിയണം. ഇത് ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കും. നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. മല്ലിയില ഇട്ട് പിന്നെ മാറ്റി വെക്കാം. നമ്മളെ മൈദ ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പരത്തിയെടുക്കാം. ഇത്ര വട്ടത്തിൽ പരത്തിയതിന് ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് പരത്തിയെടുക്കുക ഇതുപോലെ. എന്നിട്ട് കുറച്ച് മൈദ അങ്ങനെ തൂവി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഒന്നും കൂടെ പരത്താം. എന്നിട്ട് ഇതിനെ വീണ്ടും ഒരു കോൺ പോലെ ആക്കിയെടുക്കുക. അങ്ങനെ കോൺ പോലെ ഇങ്ങനെ ആക്കിയെടുക്കുക. കോൺ പോലെ ആക്കിയെടുക്കുക. ഇങ്ങനെ എല്ലാം നമുക്ക് ആക്കിയെടുക്കാം. ഇനി പരത്തി വെച്ചാൽ നമ്മളെ ഒന്ന് കോൺ പോലെ മുറിച്ചെടുക്കണം. കോൺ പോലെ കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും പരത്തണം.
ഇങ്ങനെ എല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇപ്പം കട്ട് ചെയ്ത് നമ്മൾ ഇനി ഇത് ഓരോന്നും പരത്തിയെടുക്കാം. നമ്മൾ പരത്തിയതിപ്പോൾ ഇങ്ങനെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിവിടെ ഫ്രൈ ആയിട്ട് നമുക്ക് കോരി മാറ്റാം. ചിക്കൻ ഭംഗി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.